എസ് കെ എന്തായാലും വേദിയിൽ അന്താരാഷ്ട്ര നിക്ഷേപകരും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം കേരളത്തിലെ ഈ നിക്ഷേപക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വേദിയാകുന്ന ഒരു സംഗമത്തിന് ഇവിടെ കൊച്ചിയിൽ അല്പസമയത്തിനും തുടക്കമാകും. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 6 രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. 3000-ഓളം പേർ പങ്കെടുക്കുന്ന ഈ ഒരു പരിപാടിയിൽ കേരളത്തിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധ്യമാകുന്ന പദ്ധതികൾക്ക് എന്തായാലും ഇവിടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് എന്തായാലും നിക്ഷേപകരും അതോടൊപ്പം തന്നെ മന്ത്രിയെല്ലാം തന്നെ പങ്കുവച്ചിരിക്കുന്ന ഒരു കാര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ മേഖലകളിലെ ചർച്ചകൾ നടക്കും. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. നിക്ഷേപകർ മുന്നോട്ടേക്ക് നിർദ്ദേശങ്ങൾ നേരെ ഒരു ധാരണാപത്രത്തിലേക്ക് എത്താതെ ഒരു താല്പര്യപത്രത്തിലാകും ആദ്യം സർക്കാർ ഒപ്പുവയ്ക്കുക. അതിനുശേഷമാകും എന്തൊക്കെ തരത്തിലുള്ള നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ എത്ര കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിലെത്തി എന്നൊരു തീരുമാനമാവുകയുള്ളൂ. എന്തായാലും ഈ സംഗമത്തിന്റെ ഒരു പരിണിത ഫലം വരും ദിവസങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് മന്ത്രി പി രാജീവ് രാവിലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും വേദിയിൽ വിവിധ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾ തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം സർക്കാർ ഇതിനു മുൻപ് തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനുവേണ്ടി നടത്തിയിരുന്നു. ഏതാണ്ട് 8 മാസം നീണ്ട പ്രചരണ പരിപാടികളടക്കം സർക്കാർ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും നടത്തിയിരുന്നു. അതിനുശേഷമാണ് നിക്ഷേപ സംഗമം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷ നമുക്കറിയാം കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് വേദിയാകുന്ന ഒരു സംഘമായി തന്നെ ഇതിനെ മാറ്റാനുള്ള തയ്യാറെടുപ്പ് എന്തായാലും സർക്കാർ നേതൃത്വം സ്വീകരിച്ചിരുന്നു. അതിന്റെ പരിണിത ഫലം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ ഘട്ടത്തിൽ സർക്കാർ പങ്കുവയ്ക്കുന്നത്. കുഞ്ഞനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം ആഗോള നിക്ഷേപക ഉച്ചകോടി ആരംഭിക്കും. കൊച്ചിയിലെ ലുലു ഇന്റർനാഷണൽ ഗ്രാൻഡ് ഹയാത്ത് ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിലാണ് ഈ പരിപാടി നടക്കുന്നത്. വിദേശ നാടുകളിൽ നിന്നായി 2 ദിവസങ്ങളിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 3000-ഓളം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം സംരംഭകർ പങ്കെടുത്ത മറ്റൊരു സമിറ്റ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൗധരി എന്നിവർ പങ്കെടുക്കുന്നു. അതുപോലെ ഓൺലൈനായി കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം സമിറ്റ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രി പി രാജീവ് ചടങ്ങിൽ പങ്കെടുക്കും. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എത്തിക്കഴിഞ്ഞു, അതുപോലെ സംസ്ഥാനത്തെ മിക്ക മന്ത്രിമാരും എത്തിക്കഴിഞ്ഞു. ഇനി ആരെയെങ്കിലും കാത്തിരിക്കുകയാണോ അതോ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കാൻ സമയമായോ? SKN ഉദ്ഘാടന പരിപാടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി കേന്ദ്ര സഹമന്ത്രി അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ആഗോള നിക്ഷേപക സംഗമം, അത് നമ്മുടെ വ്യവസായ സൗഹൃദ ആക്കുന്നതിന് വേണ്ടി, സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കുന്നതിന്, വ്യവസായ രംഗത്ത് വലിയ കരുത്തേകുന്നതിന്, വലിയ കുതിച്ചുചാട്ടത്തിന് വേണ്ടി സംസ്ഥാനം ഒരു നിക്ഷേപക സംഗമത്തിന് വേദിയാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ പ്രതിപക്ഷത്തിന്റെ പങ്ക് നിർവഹിക്കണം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ പങ്ക് കൃത്യമായി വഹിക്കുന്നു എന്നുള്ളതാണ്. അതേ ഇപ്പോൾ കേന്ദ്രമന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയെ നേരിട്ട് ഇപ്പോൾ മന്ത്രി പി രാജീവ് സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SKN ചോദിച്ച ചോദ്യം, ഇനി ആരെയെങ്കിലും കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് കേന്ദ്രമന്ത്രിയെ കാത്താണ് ആതിഥേയനായ മന്ത്രി പി രാജീവ്, ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി, വ്യവസായ മന്ത്രി, അദ്ദേഹം കാത്തുനിന്നത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ സ്വീകരിച്ച് അകത്തേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം ഈ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും. മുഖ്യമന്ത്രി എത്തിയിരുന്നു, വിവിധ വകുപ്പ് മന്ത്രിമാർ എത്തിയിരുന്നു, ഡിപ്പാർട്ട്മെന്റ് തലവന്മാർ എത്തിയിരുന്നു. സംസ്ഥാനത്തെ ഈ സർക്കാർ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ഇനി വരാനുണ്ടായിരുന്നത് കേന്ദ്രമന്ത്രി കൂടിയാണ്, അദ്ദേഹവും എത്തിക്കഴിഞ്ഞു. പരിപാടി ഇതാ ഔദ്യോഗികമായി ആരംഭിക്കാൻ പോകുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. SKN ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രതിപക്ഷത്തിന്റെ സാന്നിധ്യമാണ്. കാരണം സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന, സംസ്ഥാനത്തിന് വലിയ വികസന കുതിപ്പിന് കരുത്തേകാൻ പോകുന്ന ഒരു നിക്ഷേപക സംഗമം നടക്കുമ്പോൾ പ്രതിപക്ഷം അതിന്റെ ഭാഗമാകുന്നു, പൂർണ്ണ പിന്തുണ അറിയിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്. അതിൽ വലിയ തോതിൽ സംസ്ഥാനത്തെ വ്യവസായികൾ അടക്കമുള്ളവർ, ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ അടക്കമുള്ളവർ അതിൽ വലിയ തോതിൽ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മന്ത്രിയും അതോടൊപ്പം സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവും കേന്ദ്രമന്ത്രിയും പോയി കഴിഞ്ഞു. ഇനി ഈ ഉദ്ഘാടന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ഇപ്പോൾ അകത്തേക്ക് കടന്നു വന്നത്. കേന്ദ്രമന്ത്രി
കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രിയാണ് അദ്ദേഹം. പീയൂഷ് ഗോയലിന് പുറമെ സഹമന്ത്രി ജയന്ത് ചൗധരിയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈനായിട്ട് നമ്മുടെ വികസനത്തിനൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകുന്ന ദേശീയ ഹൈവേ ഒക്കെ തന്നെ കേരളത്തിൽ വിചാരിക്കുന്ന രീതിയിൽ വളരാൻ കാരണക്കാരനായ കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ടും പ്രഭാഷണം നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ കാര്യത്തിൽ അതിന് വലിയ താല്പര്യമുണ്ട്. നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഒറ്റയടിക്ക് 20,000 കോടി രൂപ വരെ സാങ്ഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ ധനമന്ത്രി ഉൾപ്പെടെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കണ്ണാടിയിലൂടെ അത് കാണില്ല എന്ന് അദ്ദേഹം തെളിയിച്ച ദിവസമായിരുന്നു നമ്മുടെ കോൺക്ലേവിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം ഓൺലൈനായിട്ട് ഈ വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രഭാഷണം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി തുടരുകയാണ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ വിദേശ പ്രതിനിധികളെല്ലാം എത്തിക്കഴിഞ്ഞു. അതുപോലെ നമ്മുടെ നാട്ടിൽ സംരംഭകരായിട്ടുള്ള വിദേശ മലയാളികളൊക്കെ തന്നെ ഈ പ്രവാസികൾ പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ നിക്ഷേപകരെ ഈ സമിറ്റിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വിവരങ്ങൾ എസ് പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ വ്യവസായികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിദേശ പ്രതിനിധികൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എത്തി, വകുപ്പ് മന്ത്രിമാരെത്തി, വകുപ്പ് തലവന്മാരെത്തി, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അതായത് ഒരു അന്താരാഷ്ട്ര വ്യവസായ സൗഹൃദ ഉച്ചകോടി നടക്കുമ്പോൾ അതിന് ചാലകശക്തിയായി മാറേണ്ട, അതിന് കരുത്തേകേണ്ട മുഴുവൻ ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നടക്കേണ്ടത് ഏതാണ്ട് 30 സെഷനുകളിലായി 200-ലധികം സെമിനാറുകൾ, അതോടൊപ്പമുള്ള ചർച്ചകൾ. അത്തരത്തിൽ കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തേകുന്ന ചർച്ചകൾക്കാണ് ഇനി ഇവിടം വേദിയാകാൻ പോകുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എസ് കെ നിതിൻ അംബുജനുണ്ട്. നിതിൻ ഗഡ്കരി ഓൺലൈനായിട്ട് പ്രഭാഷണം നടത്തും. അപ്പോൾ നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരും. നിതിൻ, പറയൂ. എന്തായാലും വ്യവസായ രംഗത്ത് കേരളം വലിയ കുതിപ്പുചാട്ടം നടത്തിയെന്ന കാര്യത്തിൽ വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പ്രതിപക്ഷം വലിയ അതിലാണ് പ്രതിപക്ഷം സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന തീരുമാനം സ്വീകരിച്ചത്. എന്തായാലും മുസ്ലിം ലീഗ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ വിമർശനങ്ങളൊക്കെ നടത്തിയിരുന്നു. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ കുതിപ്പുചാട്ടവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമൊക്കെ നടത്തിയിരുന്നു. ഏത് മുൻകാലങ്ങളിൽ 2011 ആളുകളും പങ്കെടുക്കുന്നു. അതുപോലെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പരിപാടിയിൽ പങ്കെടുക്കും. അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞു. PK ബഷീർ MLA ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. എന്തായാലും ബോൾഗാട്ടിലെ ലുലു കൺവെൻഷൻ സെന്ററിൽ ഇന്ന് രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞത്. എന്നാലും പ്രതിനിധികളും PIPകളും എത്താൻ അല്പം ലേറ്റായി. മുഖ്യമന്ത്രി സമയത്ത് തന്നെ എത്തിച്ചേർന്നിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. വിദേശ നാടുകളിൽ നിന്നുള്ള സംരംഭകരൊക്കെ തന്നെ അവരുടെ പ്രോജക്റ്റുകളെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടെ അവരുടെ വ്യത്യസ്തമായ ചർച്ചകളും നടക്കും. നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് മടങ്ങി വരാം. അപ്പോഴേക്കും നമുക്ക് ഉദ്ഘാടനത്തിന് സമയമാകും. എന്തായാലും ഇതൊരു ചരിത്രമെഴുതുന്ന ഒരു സമിറ്റ് ആകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ ഒരുപാട് സംരംഭങ്ങൾ വന്നേ പറ്റൂ. അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്ന തൊഴിൽ തേടി അലയുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യം കട്ട പുകയാകാതിരിക്കാൻ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ തുടങ്ങണം.